പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനമാണ്. പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് ഫ്രാൻസിലേക്ക് യാത്ര തിരിക്കും. പാരീസിൽ AI ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പങ്കെടുക്കും. ഫ്രാൻസിൽ നിന്നാണ് പ്രധാനമന്ത്രി US പോകുക. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, വളരെ തന്ത്രപരമായ ഒരു നീക്കം ഈ വിദേശ സന്ദർശനത്തെ, ഫ്രഞ്ച് സന്ദർശനം അതുപോലെ തന്നെ US സന്ദർശനം, ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഈ ഘട്ടത്തിൽ? നിലിമ, ഭാരതവുമായി നല്ല ബന്ധമുള്ള രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിക്കുന്നത്. അദ്ദേഹം ഉച്ചയോടുകൂടി ഡൽഹിയിൽ നിന്നും യാത്ര ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാത്രിയോടുകൂടി ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ അദ്ദേഹം എത്തും. AI ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നതാണ് ഫ്രാൻസ് സന്ദർശനത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നത്. ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഈ അത്താഴ വിരുന്നിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യും. ഇമ്മാനുവൽ മക്രോൺ 2024 ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട അതിഥിയായി ഡൽഹിയിലേക്ക് എത്തിയതാണ്. നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധം പുലർത്തുന്ന വ്യക്തിയും ഒപ്പം ഇസ്ലാമിക ഭീകര ശക്തികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് ഇമ്മാനുവൽ മക്രോൺ എന്നതുകൂടി ഇതോടൊപ്പം കൂട്ടിവായിക്കണം. ഒപ്പം ഈ AI ഉച്ചകോടിക്ക് ശേഷമാണ് ഇരുവരും തമ്മിലുള്ള അത്താഴ വിരുന്ന് ഉൾപ്പെടെ നടക്കുക. അതിനുശേഷം ഫ്രാൻസിലെ പൊതുപരിപാടികൾക്ക് ശേഷം പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US യാത്ര തിരിക്കും. 2 ദിവസം അദ്ദേഹം US വ്യാഴാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുക. നമുക്കറിയാം, നിലവിൽ അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളെ വിവിധ രാജ്യങ്ങളിലേക്ക് അമേരിക്ക തിരിച്ചയക്കുന്നത് വലിയ വിവാദമായി അല്ലെങ്കിൽ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അമേരിക്ക സന്ദർശനം എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ 2 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ നിന്നും യാത്ര തുടങ്ങും. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള ചർച്ചയിൽ അവിടെ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുന്ന വിഷയം, ഇവിടെ ഭാരതത്തിൻ്റെ ഒരു പ്രതിഷേധം സ്വാഭാവികമായും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ അറിയിക്കാൻ സാധ്യതയുണ്ടല്ലോ. കാരണം അവിടെ നിന്നുള്ള ഭാരതീയരായ വംശജരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അത് വിലങ്ങ് വെച്ച് കൊണ്ടുവന്നു തുടങ്ങിയ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. അന്ന് തന്നെ ഭാരതം അതിൻ്റെ അമർഷം അറിയിച്ചതുമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഡൊണാൾഡ് ട്രംപിനെ കാണുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ ഗൗതം? അത്തരം വിഷയങ്ങൾ തീർച്ചയായും ചർച്ചയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവന്ന ശൈലിയെ ഭാരതം വിമർശിക്കുകയും അതിലുള്ള അതൃപ്തി അമേരിക്കയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. ഇതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ US സന്ദർശനമാണ്. അതിനാൽ സ്വാഭാവികമായും ഈ വിലങ്ങണിയിച്ചും മറ്റും ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യിപ്പിച്ചു, അത് ഒരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഭാഗമാണ് എന്ന കൃത്യമായ വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിനുണ്ട്. ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ നേരിട്ട് വ്യക്തമാക്കിയതാണ്. എന്തായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യത്തിലുള്ള ഭാരതത്തിന്റെ അതൃപ്തി പ്രധാനമന്ത്രി അറിയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് എത്തുകയും ഈ ട്രംപ് ഭരണകൂടം ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറ്റക്കാരെ തിരിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാ രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ ഈ പൗരന്മാരെ മടക്കി അയക്കുന്ന രീതിയുണ്ട്. അതിൽ 102 ഭാരതീയരെയും അമേരിക്കയിൽ നിന്നും അമൃത്സറിലേക്ക് അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ അയച്ചു. അതിൽ അയക്കുന്ന ശൈലിയിലാണ് വലിയ തോതിലുള്ള വിമർശനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടത്. തീർച്ചയായും അത്തരം വിഷയങ്ങളും പ്രധാനമന്ത്രിയുടെ ഈ ഒരു US സന്ദർശനത്തിനിടയിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, ഭാരതത്തെ സംബന്ധിച്ച് അതിനിർണായകമായ ചുവടുവയ്പ്പുകളാണ് വരും മണിക്കൂറുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക സന്ദർശനം, ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം വിഷയങ്ങൾ വരും എന്നത് വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിലുള്ള സഹകരണം മുൻപത്തേതിനേക്കാൾ മുൻപത്തെ അമേരിക്കൻ ഭരണകൂടവുമായുള്ളതിനേക്കാൾ അതിശക്തമായ രീതിയിൽ ഈ നയതന്ത്ര തലത്തിലുള്ള ഒരു സഹകരണം ഭാരതം പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ള നിർണായകമായ ചുവടുവയ്പ്പുകൾ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനങ്ങളിൽ ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൗതം അനന്തനാരായണൻ.